സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഈ മന്ത്രവാദം ഫലിക്കുമോ? അല്ല, എനിക്ക് അറിവിടെ തന്നെ ചോദിക്കുകയാണ്. ഈ മന്ത്രവാദം ഫലിക്കുമെന്ന് കേട്ടാൽ പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിലും മന്ത്രവാദം ഫലിക്കത്തില്ല. പിന്നെ ഇതെങ്ങനെ സഭകൾക്ക് നേരെ ഉണ്ടാകുന്നത്, വിശ്വാസികൾക്ക് നേരെ ഉണ്ടാകുന്നത്? എത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം നിങ്ങളൊന്ന് മനസ്സ് കൊടുത്തൊന്ന് വായിച്ചെടുത്താൽ മതി. കർത്താവ് പറയുന്നുണ്ടോ, ഞാൻ പോയിട്ട് കാര്യസ്ഥൻ ഇങ്ങോട്ട് അയക്കും, ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ വരത്തില്ല. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടേ പറ്റൂ. ഭയമാണ് ഒരു മന്ത്രവാദിയുടെ ആയുധം. ഭയം. ആ ഭയമുണ്ടെങ്കിൽ ഏതൊരു ചെറിയ മന്ത്രവാദി ഒരു ഇത് അയച്ചു കഴിഞ്ഞാൽ ആ ദുരാത്മാവ് അപ്പോൾ ആ ആൾക്ക് പറ്റും. പക്ഷെ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് സർവായുധ വർഗം എടുത്ത് നോക്ക്. നീ വിശ്വസിച്ച് നിന്ന് നോക്ക്. ഇന്ന് നമ്മുടെ സഭകളിൽ നമ്മുടെ ആരാധന പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു 1999 കാലഘട്ടങ്ങളിൽ അങ്ങോട്ട് തീയുടെ അഭിഷേകമായിരുന്നു. അവിടെ വലിപ്പ ചെറുപ്പമോ, സ്തോത്രം, ഞാൻ വലുത് നീ വലുത്, നിൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന എന്നൊന്നുമില്ല. അവരുടെ ഒറ്റ വിഷയമേ ഉള്ളൂ, ദൈവത്തിൻ്റെ സാന്നിധ്യം. കേരളക്കരയിലെല്ലാം സഭകളിലും അത് നടക്കണമെന്നുള്ളൊരൊറ്റ പ്ലാനേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ തീ കുറഞ്ഞ് നമ്മുടെ സഭകളിൽ വരുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നത്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. കള്ളന്മാരുടെ ഗുഹയല്ല എന്നാണ് സ്തോത്രം കർത്താവ് പറഞ്ഞേ. ഇന്ന് നമ്മുടെ സഭകളിൽ ലേലം വിളി, വസ്തു കച്ചവടം, വീടെന്ന് പറയുമ്പോൾ വാടകയ്ക്ക് എടുത്ത് കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് ബിസിനസ്. ഒരു പുതിയ ആൾ നമ്മുടെ ചർച്ചയിൽ വന്ന അവരുടെ ആത്മീയ തലത്തിലല്ല നമ്മൾ കൈവയ്ക്കുന്നത്. അവരാരാ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അവരിച്ചിരി കാശുള്ളവരാണോ, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താ എന്ന് പറഞ്ഞ് നമ്മൾ ഓട്ടോമാറ്റിക്കൽ അവരോട് ചേർന്ന് കയറും. എൻ്റെ അഭിപ്രായത്തിൽ തെറ്റെന്ന് കേട്ട് കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ ഞാൻ പറയും. സ്തോത്രം. കാരണം നമുക്ക് വലുത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. അതുകൊണ്ടല്ലേ പത്രോസ് ചോദിച്ചത്, പരിശുദ്ധാത്മാവോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടത് എന്ത്? ഇനിയാസേ, എന്ത് കാര്യം? അപ്പോൾ നമ്മുടെ സഭകളിൽ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, പരിശുദ്ധാത്മാവിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടോ? ആമേൻ. ഇന്ന് എത്ര മണിക്കൂറാണ് വചനം ധ്യാനിക്കുന്നേ? ഭൂതം പുറത്തു പോകുന്നതിൽ വലിയ കാര്യമൊന്നുമല്ല, അത് തിരിച്ച് കയറാനും അതിനറിയാം. പക്ഷേ നിൻ്റെ ഹൃദയത്തിൽ വചനമെടുക്കുമ്പോൾ കോട്ടുവ, ഉറക്കക്ഷീണം, ഇതെന്തെന്നറിയാമോ? കാരണം നീ ആ വചനം എന്ത് ചെയ്യരുത്, പഠിച്ച് അതിനകത്തേക്ക് ഇറങ്ങരുത്. നീ വചനം വായിക്കും തോറും നിനക്ക് ഉറക്കക്ഷീണം, കഷ്ടത, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ ഒക്കെ വരണതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം നീ അതിനകത്ത് കുരുങ്ങിക്കിടക്കണം. ഇപ്പോൾ ഇന്ന് നമ്മളൊരു വിഷയം ചിന്തിച്ചു, നാളെ നേരം വെളുത്ത് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി ചിന്തിക്കുക. കർത്താവ് പറഞ്ഞ എന്താ, നാളത്തെക്കുറിച്ച് ചിന്തിക്കല്ലേ. പക്ഷെ നമ്മൾ ഇന്നത്തെ കാര്യം കൂടി നാളെ രാവിലെ എണീറ്റേച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുൾ ടൈമും നമ്മളുടെ ചിന്ത ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുക. ഇതിനകത്താണ് കോപം, നമ്മുടെ ശത്രുക്കൾ നമുക്ക് നേരെ തൊടുത്തി വിടുന്ന ആഭിചാരത്തിൻ്റെ കെട്ടുകൾ, ഇതൊക്കെ. അതാണ് പറഞ്ഞത്, നമുക്ക് പോരാട്ടം, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അതിനെ ജയിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളിൽ നിൽക്കുന്നതായിട്ടുള്ള അന്തരീക്ഷത്തെ നമ്മൾ വീണ്ടും യോജിച്ച് നടക്കുക. ഒരു ഓഫീസിൽ ഒരു ലോൺ എടുക്കാൻ, അല്ലെങ്കിൽ വേറെ ഏത് വിഷയമാകട്ടെ, വെപ്രാളം, സ്പീഡ്, പള്ളി പോകാൻ സ്പീഡ്, വണ്ടി ഓടിക്കുന്നത് സ്പീഡ്. കാരണം നമ്മൾ സ്പീഡ് മൈൻഡിലാണ് നിൽക്കുന്നത്. ആ സ്പീഡ് മൈൻഡിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊരാൾ ഉപദേശിക്കാൻ വന്നാൽ പോലും നമ്മളത് അംഗീകരിക്കില്ല. നമ്മൾ ആ സ്പീഡ് ചിന്തയും വാക്കുമായി നമ്മൾ നന്നായി പൊരുത്തപ്പെട്ടു പോയി.
ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ 10,000 വാക്ക് ഭാര്യ പറയും. 10,000 വാക്ക് ഭാര്യ പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറം വാക്ക് മക്കൾ പറയും. അപ്പോൾ ഇതിനകത്ത് ഒരു 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 ആത്മീയ അന്തരീക്ഷമില്ല. പകരം എല്ലാം ഭയങ്കരമായിട്ടുള്ള വെറിയും വല്ലാത്തൊരു ഇതിനകത്താണ് സാത്താൻ കയറുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, നിൻ്റെ ജീവിതത്തിനകത്ത് എന്ത് വാക്ക് കേട്ടാലും ക്ഷമിക്കാൻ കർത്താവെ എനിക്കൊരു ഹൃദയം തരണമെന്ന് പ്രാർത്ഥിച്ചു നോക്കുക. അവിടെയാണ് പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുന്നത്. നമ്മുടെ സഭകളിൽ നിങ്ങൾ ഇന്നെടുത്ത് പഠിക്കുക. ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, ഒത്തിരി ചെറുപ്പക്കാരികളുണ്ട്. അവരെല്ലാം മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടും ആരാധനയും കാര്യങ്ങളൊക്കെയാണ്. അതിന് എത്രത്തോളം പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. സ്തോത്രം. ജനത്തിന് ഇഷ്ടപ്പെടുന്ന പ്രസംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് പ്രസംഗിക്കും. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന വാക്ക് ഒരു രണ്ടെണ്ണം പറഞ്ഞിട്ട് മൂന്നാമത്തെ വാക്ക് ജനത്തെ സോപ്പിട്ട് കലർത്തി നമ്മുടെ ചർച്ചിൽ നിന്ന് പോകാതിരിക്കത്തക്ക നിലവാരത്തിലുള്ള വാക്കുകളാണ്. സ്തോത്രം. നിങ്ങളൊരു ടീച്ചർ എന്നിരിക്കട്ടെ, നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ വഴിതെറ്റിപ്പോയാൽ നിങ്ങൾക്ക് വിഷമമുണ്ടാവും, ചിരിയുണ്ടാവും, ഇല്ലേ? നിങ്ങളൊരു ഹോംവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ അവരെന്ത് ചെയ്യും? അവരുടെ നല്ലതിനാണ് അവരെ തല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ നോക്കി ദുഃഖിക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ഈ പോയിട്ടുള്ള എല്ലാ എപ്പിസോഡിലും പരിശുദ്ധാത്മാവ് വളരെ ആഴങ്ങളിലേക്ക് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, പരിശുദ്ധാത്മാവ് നിറഞ്ഞു ആമേൻ ഞായറാഴ്ചകളിൽ ആരാധിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, ആ ആരാധന കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ പോകുന്ന വഴിക്കും വഴക്കുണ്ടാകുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും തർക്കങ്ങളുണ്ടാകുന്ന പരിശുദ്ധാത്മാവ് തർക്കത്തിൻ്റെ ആത്മാവാണ്? നിങ്ങൾ പറ. വൈരാഗ്യത്തിൻ്റെ ആത്മാവാണ്? ഇല്ല. ഇപ്പം 100 കുടുംബം ഉണ്ടെങ്കിൽ ആ 100 കുടുംബത്തിനകത്ത് ഒരു സഭയ്ക്കകത്ത് 2-3 പേരുടെ മാത്രമാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നത്. പക്ഷെ 125 അല്ലെങ്കിൽ 120 പേര്, 125 പേര് മാളിക മുറിയിൽ, അതിന് 3000 പേര്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് നിന്നിൽ വന്ന് വസിച്ച് ആത്മാവ് നിനക്ക് ഗൈഡൻസ് തന്ന് നീ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന വിശ്വാസികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇന്ന് എത്ര പേരാ ദൈവവചനം ധ്യാനിച്ച് മെഡിറ്റേഷൻ ചെയ്യണത്? ഞാൻ നിങ്ങളെ യോഗ പഠിപ്പിക്കണമല്ല. ഇന്ന് എത്ര പേരാ ദൈവവചനം ധ്യാനിക്കുന്നേ? വായിക്കുന്നത് വേറെ, ധ്യാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ മത്തായി സുവിശേഷങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്നൊരു വചനം നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ഉടക്കും. നമ്മൾ അവിടെ വെച്ച് നിർത്തരുത്, ആ വചനത്തെ ധ്യാനിക്കണം. അത് എന്തിനാണ് എന്നോട് എന്തോ സംസാരിക്കുന്നത്? എത്ര പേര് അങ്ങനെ ഈ നമ്മുടെ ചർച്ചകളിലൊക്കെ പോകുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും വചനങ്ങൾ കാണാപ്പടവും ആണ്, കാണാപ്പടവും. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം, ഞങ്ങളുടെ ഒരുമാതിരിപ്പെട്ട ഫ്രണ്ട്സുകളൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ആ ബൈബിളൊക്കെ ഒത്തിരി ഒരുപാട് വായിച്ച് കഴിഞ്ഞ് രാജീവേ. ഞാൻ കേട്ട് അത് നല്ല കാര്യം, നിനക്കെന്തെങ്കിലും മാറ്റം ഉണ്ടാ? ഒരു വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നെടുത്ത് കൈ തരും. നമ്മൾ കിടന്ന് തപ്പും, ഇതെവിടെ കിടക്കണമെന്നോ അവർ പെട്ടെന്ന് പറയും. പക്ഷെ ഞാൻ കേട്ട് നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ ജീവിതത്തിൽ? നമുക്കിപ്പോഴും പോരാട്ടം, ഇപ്പോഴും പോരാട്ടം. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് പോരാട്ടം ഉണ്ട്, പക്ഷെ അത് ആത്മീയ തലത്തിലുള്ള പോരാട്ടമാണ്. സ്തോത്രം. ഞാൻ അതാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, നീ ആരാധിക്കുമ്പോൾ നിൻ്റെ ഹൃദയം ഓപ്പൺ ആവും. പക്ഷെ അത് കഴിയുമ്പോൾ ആ ആരാധിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അന്യഭാഷയിൽ മണിക്കൂറോളം കയറി പോകുന്നൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുത്താൽ മതി. വീട്ടിനകത്ത് ആരാധിക്കുക, അടുക്കളയിൽ പാട്ട് പാടുക, സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ നന്നായി മേഞ്ച് ചെയ്ത് പോകണം പഠിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ സഭയ്ക്കകത്ത് നമ്മുടെ ആരാധന, പ്രാർത്ഥന, വചനധ്യാനം, പ്രസംഗം, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. കർത്താവേ, ഈ ആഴ്ച അങ്ങ് എന്നോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ നോക്കണം? എൻ്റെ ഭാര്യയെ ഞാൻ എങ്ങനെ നോക്കണം?
ഈ കണ്ണ് വെച്ച് നോക്കണ കാര്യമല്ല പറയുന്നേ. ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും ഈ വഴക്കും കാര്യങ്ങളൊക്കെ എന്താ? പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെന്നും പറയുന്നു. ഞായറാഴ്ച ഞങ്ങൾ ചെല്ലുന്നു, കൈയടിക്കുന്നു, ആരാധിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ സഭയ്ക്കകത്തുള്ള ഒരു 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 ആത്മീയ അന്തരീക്ഷം ഞങ്ങളുടെ ഭവനങ്ങളിലില്ലല്ലോ, ഞങ്ങൾക്കില്ലല്ലോ. അതെന്തുകൊണ്ട് കർത്താവേ? ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നുകൂടെ നമുക്കത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം ഒന്ന് ഉറച്ചു വായിച്ചേ. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായക കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിന്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. കണ്ട, ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. ആ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നിനക്ക് ബോധം വരുന്നേ. നമുക്കൊരു ബോധമുണ്ട്, ആ ബോധം മാനുഷികമായിട്ടുള്ള ബോധമാണ്. അതിനകത്ത് നിന്നാണ് വൈരാഗ്യവും വെറിയും ഒക്കെ ഉടലെടുത്ത് പുറത്തു വരുന്നത്. ഹല്ലേലൂയ. ഒരു വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാൻ വയ്യ, ആ വ്യക്തിയെ കണ്ട സ്തോത്രം പറയത്തില്ല. നമുക്ക് ഇഷ്ടമുള്ളവരുടെ മാത്രമേ നമ്മൾ സ്തോത്രം പറയത്തുള്ളൂ. ശത്രുവെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ അയലോകത്ത് പോലും പോകില്ല. ബാക്കിയുള്ളവരെ കണ്ട ഒരു ചിരി, ഒരു സന്തോഷം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞേ. എന്ത് കാരണം? നിന്റെ ആത്മീയതത്തെ നീ തന്നെയാണ് നശിപ്പിക്കുന്നത്. ദൈവം നിനക്ക് തന്ന പരിശുദ്ധാത്മാവിനെ നീ തന്നെയാണ് ദുഃഖിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയേണ്ടത്, ഈ വചനത്തിൻ്റെ ആഴത്തിൽ നിങ്ങൾ പഠിക്കുക. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുക. വളരെ ശക്തമായി ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു, ഉപയോഗിക്കും. എനിക്കതിൽ ഉറപ്പുണ്ട്. സഭകളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം വന്നേ പറ്റൂ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലുള്ള അഭിഷേകം, തീയുടെ അഭിഷേകം നമ്മളിൽ ഇറങ്ങണം. അല്ലാണ്ട് 3 പാട്ട് പാടുമ്പോൾ 3-ാമത്തെ പാട്ടിൻ്റെ 4 വരി എന്ന് പറഞ്ഞ് പോകുന്നതല്ല അന്യഭാഷ. നിൻ്റെ അകത്ത് ദൈവവചനമുണ്ടെങ്കിൽ മാത്രമാണ് അന്യഭാഷ പുറത്തു വരുന്നത്. അല്ലാതെ 3 കൊട്ടടിച്ച് 4-ാമത്തെ താളത്തിൽ സ്ലോ ചെയ്ത് പോകുന്നതല്ല അന്യഭാഷ. തുടങ്ങട്ടെ എന്നാൽ അതൊന്നും അല്ല സംഭവം. പരിശുദ്ധാത്മം നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി ലഭിച്ചിരിക്കും. വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.